അഞ്ചുതെങ്ങിലെ പ്രിൻസ് സെബാസ്റ്റിന് പിന്നാലെ മനുഷ്യക്കടത്തിൽ കുടുങ്ങി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനും ഇന്ന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. CBIയുടെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയായി. ഇപ്പോഴും റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ടിനു, വിനീത് എന്നിവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമവും തുടരുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ വീണ്ടും ചേരുന്നു. ജയശങ്കർ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട റഷ്യയിൽ കുടുങ്ങിയ ഡേവിഡ് മുത്തപ്പൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഡൽഹിയിലെത്തിയത്. ഡൽഹിയിലെത്തിയതിനു ശേഷം വിശദമായി ഡൽഹിയിലെ CBI ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമാണ് നിലവിൽ ഡേവിഡ് മുത്തപ്പനെ നാട്ടിലേക്ക് അയച്ചത്. കഴിഞ്ഞ ദിവസം ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഇതായ അഞ്ചുതെങ്ങ് സ്വദേശി തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയിരുന്നു. ഇരുവരെയും ഒരുമിച്ചിരുത്തിയാണ് CBI ചോദ്യം ചെയ്തത്. ഇവരിൽ നിന്ന് പ്രാഥമികമായി അവിടുത്തെ അവസ്ഥയും വിവരങ്ങളും മറ്റും ശേഖരിച്ച ശേഷമാണ് CBI ഇരുവരെയും നാട്ടിലേക്ക് പോകാൻ അനുവദിച്ചത്. ഈ ഡേവിഡ് ഇന്ന് രാത്രിയോടുകൂടി ട്രെയിനിൽ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നിലവിൽ യാത്രയിലാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മറ്റു തരത്തിൽ ആൾ മാനസികമായും മറ്റും ഓക്കെയാണെന്നാണ് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് നിലവിൽ റഷ്യയിൽ 2 പേർ, അഞ്ചുതെങ്ങ് സ്വദേശികളായ 2 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തുടരുകയാണ്. ഇവരുമായി ബന്ധപ്പെട്ട ചില യാത്രാരേഖകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ഇവരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള പ്രതിസന്ധി. എന്തായാലും ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാവരെയും തിരിച്ചെത്തിക്കുമെന്നായിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രി ജയശങ്കർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. എന്തായാലും 2 പേർ നാട്ടിൽ തിരിച്ചെത്തുന്നു. അവരെ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. പക്ഷേ തിരിച്ചെത്തുമ്പോഴും അവരെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബാധ്യതകൾ കാത്തുനിൽപ്പുണ്ട്. വലിയ തോതിൽ കടവും മറ്റും വാങ്ങിച്ച് ലക്ഷങ്ങൾ മുടക്കിയാണ് ഇവർ റഷ്യയിലേക്ക് ഒരു ജോലി പ്രതീക്ഷിച്ചു പോയത്. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് ഇരുവരും എത്തുന്നത്. ഈ പ്രിൻസ് രാവിലെ നമ്മളോട് ഈ റഷ്യയിലെ അനുഭവങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ വിശദമായി പറഞ്ഞിരുന്നു. എന്തായാലും ഡേവിഡ് കൂടി രാത്രി എത്തുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെയും അനുഭവങ്ങളും മറ്റും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു AV ജയശങ്കർ.